ഞാൻ ഈ രാവിലെ എങ്ങോട്ടാണെന്നല്ലേ എൻ്റെ എറണാകുളത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി എത്തിയിരിക്കുകയാണ് എൻ്റെ പുന്നാര പെങ്ങൾ. ആളെ പിക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പോയത്. അവളെ കൊണ്ട് നേരെ പോയത് ഞാൻ എടപ്പള്ളി ചർച്ചിലോട്ടാണ്. കർത്താവിനൊരു നന്ദി പറയാനായിട്ടാണ്. കാരണം എന്തെന്നറിയാവോ, ഇങ്ങനെ ഒരു ഏജന്റിനാണല്ലോ എൻ്റെ അപ്പനും അമ്മയ്ക്കും കർത്താവ് കൊടുത്തത്. അങ്ങനെ ചർച്ചിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലോട്ട് കയറി. ആടെ നടത്തം കണ്ട എറണാകുളത്ത് അവക്കറിയാത്ത സ്ഥലമില്ലാത്ത പോലെയാണ്. ഞാനാണെങ്കിൽ നല്ല ചൂട് ചപ്പാത്തി മുട്ടക്കറിയും ഓർഡർ ചെയ്തു. അവക്കാണെങ്കിൽ ഒന്നും വേണ്ടെന്നാനും. പിന്നെയാണ് എനിക്ക് കാര്യം കത്തി എൻ്റെ പാത്രത്തിൽ കൈയിട്ട് വാരാനാണെന്ന്. കയ്യിലിട്ട് വാരുന്ന സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇതുപോലെ ഞാനാ തിരിച്ച് ചെയ്തെങ്കിൽ ലോകം ഇടക്കിയേനെ. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് വിശാൽ മാർട്ടിലോട്ടാണ്. അവിടെ ഒരുപാട് നേരം നിന്നാൽ എന്റെ കീശ കീറുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ ട്രെയിൻ മിസ്സാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഇറക്കി. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ മൈജിലേക്ക് കൊണ്ടുപോയി. ആൾക്കൊരു ഹാൻഡ് ബ്ലെൻഡർ വേണമായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മുടെ മെട്രോ കയറി. മെട്രോ സ്റ്റേഷൻ എത്തിയപ്പോൾ ആൾക്ക് ജ്യൂസ് കുടിക്കണമെന്നായി. നല്ലതുപോലെ എന്നെ മുതലെടുക്കുവാണോ എന്നൊരു ഡൗട്ട് തന്നെ എനിക്ക് തോന്നി. കണ്ടാൽ പാവമൊക്കെയാണ്, പക്ഷെ ഇടഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നതെന്ന്. ഉച്ചക്കുള്ളിൽ വീട്ടിൽ കയറണമെന്ന് അപ്പന്റെ വാണിംഗ് ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. ഇനി വീട്ടിലെത്തുമ്പോൾ എന്തായാലും നൈറ്റ് ആവും. എങ്ങനെയെങ്കിലും പത്തനംതിട്ട എത്തിയാൽ മതി എന്നായിരുന്നു. കാരണം ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പത്തിലെ ഞങ്ങൾ രണ്ടും കീരിയും പാമ്പുമായിരുന്നു. അവളാണെങ്കിലും വീട്ടിലെ സിഐഡിയും. ഇപ്പോഴും അത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ വീട് എത്താറായപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടി. ഇനി അപ്പന്റെ വായിന്നുള്ള വഴക്കി കേൾക്കാൻ നല്ല പ്രിപ്പയർ ആയിട്ടാണ് ഞങ്ങളിൽ പോകുന്നത്.